ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന ക്രിസ്തുവചനം മാതൃകയാക്കി ഒരു ഹൈന്ദവ സഹോദരന് വൃക്ക ദാനം ചെയ്ത് ക്രിസ്തീയ പൌരോഹിത്യത്തിന് പുതിയ വ്യാഖ്യാനവും കാരുണ്യത്തിന് പുതിയ ഭാവതലങ്ങളും നൽകിയ മഹത് വ്യക്തിയാണ് ഫാദർ ഡേവിസ് ചിറമ്മൽ. ഇന്ത്യയിൽ വർഷം തോറും 10 ലക്ഷം പേർ പുതുതായി വൃക്ക രോഗികളാകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരിൽ 10% പേർക്ക് മാത്രമേ വൃക്ക മാറ്റിവയ്ക്കാൻ സാധിക്കുന്നുള്ളൂ. വൃക്ക രോഗികൾക്ക് ആയുസ് മാത്രമല്ല, ഗുണപരമായ ജീവിതവും ലഭ്യമാക്കുന്ന വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇത്രയും കുറച്ചു മാത്രം നടക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം വൃക്ക കിട്ടുവാനുള്ള ബുദ്ധിമുട്ടാണ്. അടുത്ത ബന്ധുക്കൾ പോലും ഇത്തരമൊരു സാഹസത്തിന് വൈമുഖ്യം കാട്ടുമ്പോഴാണ് ഡേവിസ് അച്ഛന്റെ പ്രവൃത്തിയുടെ മഹത്വം വ്യക്തമാകുന്നത്. ജീവിതയാത്രയിൽ സ്നേഹഗീതം മീട്ടി സമൂഹത്തിൽ കാരുണ്യ നിലാവ് പരത്തിയ ഫാദർ ഡേവിസ് ചിറമ്മൽ വൈറ്റ് ലൈൻ വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ അതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വായിക്കുന്നതായി അച്ഛൻ കിഡ്നി കൊടുക്കാൻ അച്ഛനോട് ക്രിസ്തീയ പുരോഹിതനായ അച്ഛൻ ഹൈന്ദവ വ്യക്തിക്ക് കിഡ്നി കൊടുത്തതിനെ കുറിച്ച് അച്ഛൻ അതിൻ്റെ പ്രചോദനമുള്ളതെന്ന് ഒരു പുരോഹിതൻ എന്നുള്ള രീതിയിൽ ഒരു ഹൈന്ദവനെന്നോ ഒരു ക്രൈസ്തവനെന്നോ ഒരു മുസ്ലിം എന്നൊരു പുരോഹിതന് അങ്ങനെ ചിന്തകളില്ല. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം കടന്നു വരികയാണ്. അതായത് മരണത്തിന്റെ മുൻപിലാണ് ആ ഒരു യുവാവ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആരാണെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു മനുഷ്യനാണ് എന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യന്റെ ഏത് ദുഃഖവും ഏത് വേദനയും നമ്മുടെയും എന്റെയും ദുഃഖമാണ്. ഒരു എന്നുള്ളതിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്തു. അത് അവരുടെ ധർമ്മമാണ്. എന്റെ ധർമ്മം അതല്ല. ഒരു ഹൈന്ദവന് മുസ്ലിമിന് കൊടുക്കണമെന്നുള്ള എന്റെ ഒരു ചിന്ത എന്റെ മനസ്സിലില്ല. ഒരു പുരോഹിതനായാൽ എല്ലാം കൊടുക്കാൻ കടപ്പെട്ടില്ല. അത് വെറുതെ വാക്കുകൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ജീവിതം കൊണ്ട് കൊടുക്കണം. അതാണ് ഒരു പുരോഹിതനാകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അതേ ജീവിത സാഹചര്യങ്ങൾക്ക് ഒത്തു ജീവിക്കേണ്ടവരാണ്. പരിപൂർണമായിട്ട് നമുക്ക് പറ്റില്ല. ഇതൊരു അവസരം. ശരി അച്ഛാ. രണ്ടാമത് അച്ഛൻ കിഡ്നി കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ എഴുതിയ അച്ഛൻ്റെ ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകം വായിക്കുന്നതായി. അച്ഛൻ്റെ ഈ സാമൂഹിക സേവന രംഗം, അച്ഛൻ പ്രത്യേകിച്ച് ആക്സ്, ഹോപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ ഒത്തിരി നന്മ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് പ്രചോദനം അച്ഛനുണ്ടായിട്ടുണ്ട്. ഈ ആക്സ് അതല്ലെങ്കിൽ ഹോപ്സ് എന്നുള്ള പ്രസ്ഥാനം അച്ഛൻ്റെ ജീവിതത്തെ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ, അച്ഛൻ്റെ ഈ 20 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് നോക്കുമ്പോൾ അച്ഛൻ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഇപ്പോഴെങ്ങനെ വിലയിരുത്തുന്നു? ഇതൊരു പുരോഹിതൻ എന്ന രീതിയിലൊരു സാമൂഹ്യ പ്രവർത്തനമല്ല, ഒരു പുരോഹിത പ്രവർത്തനമാണ്. നമ്മളെ മറ്റു മനുഷ്യർ പറയാതെ സാമൂഹ്യ പ്രവർത്തനം ഒന്ന്, വേറെ ഒന്ന്. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാല് മലയിൽ കൊളുത്തപ്പെട്ട വിളക്കാണ്. അവന് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളൊരു വാക്ക് അതിന് ഉപയോഗിക്കില്ല. പുരോഹിത പ്രവർത്തനമാണ്. ഒരു പുരോഹിതന്റെ പ്രവർത്തനമാണ്. സമൂഹം അതിനെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നു. അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്ന് നിലവിളിക്കുന്നവനെ സഹായിക്കാൻ ആരുമില്ല. ആ സാഹചര്യത്തിൽ ഒരു പുരോഹിതന്റെ കർമ്മവും ധർമ്മവുമാണ് അവനെ രക്ഷിക്കാനുള്ള ഏത് മാർഗങ്ങളും സ്വീകരിക്കാറ്. 10 വർഷം മുമ്പാണ് അത് തുടങ്ങാനായിട്ടിടയായത്. ഈ റോഡ് അപകടങ്ങളിൽ പെട്ട് നിലവിളിക്കുന്നവരെ എടുത്തുകൊണ്ട് പോകാനുള്ള ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ആരുമില്ല. അന്ന് ഒരു പ്രചോദനം ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ച് കളക്ടറുടെ ഒരു വലിയൊരു ഹെൽപ്പ് കിട്ടിയതാണ് ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് രൂപം കൊടുക്കാനിടയായി. അതിപ്പോ തൃശ്ശൂർ ജില്ലയിലാണ്. ജില്ലയിൽ ഇപ്പോൾ ഒരു 60,000-70,000 ആക്സിഡന്റുകൾ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മരണത്തിന്റെ വക്കത്തുനിന്ന് എടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 12 ആംബുലൻസുകൾ ഡേ ആൻഡ് നൈറ്റ്, യാതൊരു പ്രതിഫലമില്ലാതെ അബ്സല്യൂട്ട്ലി ഫ്രീ സർവീസ്. ഒരു 15,000-ൽ പരം അംഗങ്ങൾ ഇപ്പോൾ അതിലെ മെമ്പേഴ്സാണ്. അപ്പോ അങ്ങനെയൊക്കെ പോയിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഗോപിനാഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്റെ മുമ്പില് എന്റെ ജീവിതത്തിന്റെ വഴിയിൽ വന്ന് വീണ് കിടക്കുകയാണ്. മറ്റതൊക്കെ റോട്ടിലാണ് വന്ന് കിടക്കുന്നത്.
ഇത് ഞാൻ കടന്നു പോകുന്ന എന്റെ ജീവിതത്തിന്റെ വഴിയിൽ അപകടത്തിൽപ്പെട്ട്, കിഡ്നി രോഗം എന്ന അപകടത്തിൽപ്പെട്ട് അവൻ കിടക്കുകയാണ്. അവനെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് കാര്യമില്ല. അവനെ ആശുപത്രിയിൽ എത്തിച്ചാൽ ആശുപത്രി അധികൃതർ അവന് കിഡ്നി വേണം. ഒരു സാഹചര്യത്തില് ആരുമില്ല എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാകണം. അതിനല്ലെങ്കിൽ പുരോഹിതനായിട്ട് സമൂഹത്തിന്റെ മുമ്പില് പുരോഹിതന് കിട്ടാവുന്ന എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ വാങ്ങിയിട്ട് ഞാൻ സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കാതിരുന്നാൽ പുരോഹിത ധർമ്മത്തിന് അത് എതിരാണ്. ഒരു പുരോഹിതൻ എന്തുമാത്രം ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു സമൂഹത്തിൽ, അത് സമൂഹം തരുന്നതാണ്. ആ സമൂഹത്തിൽ തിരിച്ചു കൊടുക്കണം ഞാൻ. കൊടുത്തില്ലെങ്കിൽ എന്റെ ജീവിതം, പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൽ തന്നെ നീതീകരിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അച്ഛൻ ഈ ഒരു വർഷം കിഡ്നി കൊടുത്തതിന് ശേഷം അച്ഛൻ ഒരുപാട് സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ പങ്കെടുക്കേണ്ടായി. അച്ഛൻ കിഡ്നി രോഗികൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിൽ അച്ഛൻ ഇതിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? വളരെ സിമ്പിളാണ്. ആദ്യം ഒരു മനുഷ്യനുണ്ടാകേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യനാണ് ആകണം ആദ്യം. ഞാൻ പുരോഹിതനാകുന്നതിന് മുൻപ് ആദ്യം മനുഷ്യനായിരുന്നു. അത് മറക്കരുത്. നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ എന്നെ പോലെ ഒരു സഹജീവിയാണ് എന്നുള്ള ചിന്ത മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാകണം. മനുഷ്യനൊരു മനുഷ്യന്റെ വേദന കണ്ടാൽ മനസ്സ് അറിയണം. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് മനുഷ്യനായാൽ മതി. മനുഷ്യനാകണം, മനുഷ്യത്വം ഉണ്ടാകണം, മനുഷ്യരുടെ വേദനകളെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സറിയുന്ന, മനുഷ്യന്റെ മനസ്സറിയുന്ന മനുഷ്യരായി തീരുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഉള്ളത്, അച്ഛൻ ഹൈന്ദവന് വൃക്ക കൊടുത്തു. മാധ്യമങ്ങള് ഒരുപക്ഷെ അച്ഛൻ കിഡ്നി കൊടുത്തത് ഒരു അച്ഛന്റെ ബന്ധുവിനോ അതല്ലെങ്കിൽ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു പറയുക. സഭ അതിനെ എങ്ങനെ വിലയിരുത്തി? അതല്ലെങ്കിൽ അച്ഛന്റെ പ്രവർത്തന മേഖലകളിലായിരുന്നപ്പോൾ ഈ വൃക്ക കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല പ്രശ്നങ്ങൾ അതിനുശേഷം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് മുൻപ് വൃക്ക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതിന് വല്ല തടസ്സങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? സഭ എന്നതിനേക്കാൾ ഞാൻ പറയാ സമൂഹം മുഴുവനും ഒരു വലിയ സഭയാണല്ലോ, മനുഷ്യ മഹാസഭ. ഈ മനുഷ്യ മഹാസഭ തന്നെ ഒരിക്കലും ഇതിനെ അവര് എതിർത്ത് സംസാരിക്കുകയല്ല, ആവശ്യമില്ലാത്തൊരു കാര്യം അതിനെ വളരെ ചെറുതായിട്ട് കണ്ടു എന്നുള്ളതാണ്. ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും അച്ഛൻ ചെയ്യുന്നത് ന്യായവും യുക്തവുമാണ് അല്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് ആരും പറഞ്ഞില്ല. ഒറ്റ മനുഷ്യൻ പോലും പറഞ്ഞില്ല. സഭ അതിൽപ്പെട്ടതാണല്ലോ. ഈ സമൂഹത്തിന്റെ മുൻപിലെ നമ്മള് വളരെയധികം അഭിമാനത്തോടെ പറയുന്ന ഗാന്ധിജി ഇറങ്ങിത്തിരിച്ചത് നമുക്ക് കാണാൻ ഒരു മാതൃകയാണ്. എനിക്ക് മാതൃക യേശു ക്രിസ്തു ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നന്മ കാര്യം ചെയ്യാൻ പോകുമ്പോ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന്, സമൂഹ മൊത്തത്തിൽ ഞാൻ പറയാം, ആ ഒരു അംശം സമൂഹത്തിൽ നിന്ന് പോകേണ്ടതാണ്. പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. സമൂഹം എന്തെങ്കിലും പറയട്ടെ. ഒരു ജീവനെ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഞാൻ കുറെ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിക്കലല്ലോ, ഞാൻ ജീവിതത്തിൽ വരുമ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ലല്ലോ. പക്ഷെ ആ ഒരു രാത്രി ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അതായത് മേജർ ഓപ്പറേഷൻ ആണത്, വളരെ മേജർ ഓപ്പറേഷൻ ആണ്. ഹാർട്ടിൽ നിന്ന് വരുന്ന രക്തക്കുഴലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഡിഫിക്കൽട്ട് ഉണ്ടാകാം, എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ ഗോപിനാഥന് ഈ വൃക്ക കൊടുത്തിട്ട് അവനൊരു ജീവിതം കിട്ടണം. അത് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന. അത് 100 ഇരട്ടിയായിട്ട് ദൈവം നടത്തി തന്നു. ഇന്ന് ലോകം തിരിച്ചു പറഞ്ഞു. അന്ന് ആരൊക്കെ പറഞ്ഞിരുന്ന വ്യക്തികള് ഇന്ന് ഒരു 100 നാവോടുകൂടെ പറയുന്നു, ഭയങ്കര പരിപാടിയായി അയച്ചു, അത് വളരെ നന്നായി അയച്ചു എന്ന് പറയാൻ തുടങ്ങി. അച്ഛൻ കിഡ്നി കൊടുത്തിപ്പോ ഒരു വർഷം ഒരു വാർഷികം ആഘോഷിക്കാൻ പോകുന്നു. കിഡ്നി രോഗത്തെ കുറിച്ചുള്ള കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളതിനെ കുറിച്ച് അറിയുന്ന കിഡ്നി രോഗികൾ മാത്രമാണ്. ശരിക്കും അതല്ലാതെ കിഡ്നിയെ കുറിച്ച് അങ്ങനെ പഠനങ്ങൾ നടത്തുന്നില്ല. അച്ഛൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പ്രസ്ഥാനം ആരംഭിച്ചു. ഇപ്പോ കിഡ്നി എന്തോ ഒരു റിസർച്ച് സെന്റർ അല്ലെ അച്ഛൻ ഫോം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ കിഡ്നി രോഗികൾക്ക് അച്ഛൻ കൊടുക്കുന്ന സന്ദേശം. ഇന്നിപ്പോ സമൂഹത്തിലെ ഈ വൃക്ക രോഗം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു വീട്ടിലൊരാൾക്ക് ഈ വൃക്ക രോഗം വന്നാൽ ആരുടെ അടുത്ത് പോകുന്നു ചോദിച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല. രോഗം വന്നാൽ ആശുപത്രിയിൽ പോവുക, ഡോക്ടർ പറയുന്നത് കേൾക്കുക, കാശുണ്ടെങ്കിൽ ഓപ്പറേഷൻ കഴിക്കുക, കിഡ്നി കിട്ടാനില്ലെങ്കിൽ കോയമ്പത്തൂർക്ക് പോവുക. ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും നമ്മുടെ മലയാളികള് വൃക്ക രോഗം വന്നാൽ ആരും എന്റെ ഫോണിലേക്ക് വിളിക്കണം. ഒരാളുണ്ടായി, ഒരു പ്രസ്ഥാനം ഉണ്ടായി. ഈ രോഗത്തിന്റെ ഗൗരവം ജനങ്ങളിൽ എത്തിക്കാൻ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് സാധിച്ചു.
ഇനി ഒരാൾ കിഡ്നി കൊടുക്കാൻ തയ്യാറായാൽ, ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം എന്നുള്ള വലിയ ഒരു വിശ്വാസ്യത ജനങ്ങൾക്ക് കൊടുക്കാനാണ് ഈ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് സാധിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഡയാലിസിസിന് വേണ്ടതായ ഹെൽപ്പ് ഇന്ന് ജനങ്ങൾക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഒരു 500 രൂപയെങ്കിലും ഒരു 3 ദിവസത്തെ ജീവിതം ഒരാൾക്ക് കൊടുക്കാൻ അത് ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. എന്ത് ഫംഗ്ഷനിൽ പോയാലും ഡയാലിസിസിനുള്ള തുക കിട്ടും. അങ്ങനെ ഒരു 19,000 രൂപ വെച്ച് നമ്മളിപ്പോ പേഷ്യൻസിന് എല്ലാ മാസവും ഡയാലിസിസ് തുക കൊടുത്തുകൊണ്ടിരിക്കും. 2 ലക്ഷം വെച്ച് 5-10 പേർക്ക് നമ്മൾ ഓപ്പറേഷന് ഹെൽപ്പ് കൊടുത്തു. അങ്ങനെ കുറെ പേരുടെ ഓപ്പറേഷൻ നടത്താനായിട്ട് പറ്റി. നമ്മൾ മറ്റ് 2 കാര്യങ്ങളാണ് ഈ ഫെഡറേഷനിലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ക്രോസ് ഡൊണേഷൻ. അപ്പോ ഈ ക്രോസ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്തു. അതായത് ഈ വീട്ടിലെ അമ്മയ്ക്ക് അസുഖമാണ്, മകൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ യോജിക്കില്ല, ക്രോസ് മാച്ചിങ് ഇല്ല. ഇപ്പുറത്തെ വീട്ടില് ഭാര്യയ്ക്ക് അസുഖമാണ്, ഭാര്യ ഭർത്താവ് കൊടുക്കാൻ തയ്യാറാണ്, ക്രോസ് മാച്ച് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഈ വീട്ടിലത്തെ വ്യക്തി ഈ വീട്ടിലേക്ക് കിഡ്നി കൊടുക്കുക, ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് കൊടുക്കുക. സാമ്പത്തിക ഇടപാടുകളില്ല. അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മെഡിക്കൽ ട്രസ്റ്റില് ഈ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ചെയ്തു. ഇനി അത് കണ്ടിന്യൂ ചെയ്താൽ ഒത്തിരി പേർക്ക് കിട്ടി. അത് ക്രോസ് ഡൊണേഷൻ. രണ്ടാമത് നമ്മളിപ്പോ ചെയ്യുന്നത്, ഈ രോഗത്തില് സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് ഇതിനൊരു ഒറ്റ ഉത്തരവുള്ളൂ, ഒരു ഇൻഷുറൻസ് പോളിസി. ഞാനൊരു കിഡ്നി എക്സ്ക്ലൂസീവ് ഒരു ഇൻഷുറൻസ് പോളിസി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ യുണൈറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ MD ആയിട്ട് സംസാരിച്ച് ചെന്നൈയിൽ പോയി ഞാൻ കൊടുത്തു. അത് IRDAയുടെ പെർമിഷൻ കിട്ടാൻ വേണ്ടി ഒരു പുട്ടപ്പിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വത പരിഹാരം സാമ്പത്തികമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് അതത്രയ്ക്കേ ഉള്ളൂ. അതായത് 1000 രൂപ ഒരു വ്യക്തി അടച്ചാൽ 5 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ പങ്കാളികളാകാം. 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ ഇയാൾക്ക് വൃക്കരോഗം വന്നാൽ 5 ലക്ഷം രൂപ കവറേജ് ആണ്. ഡയാലിസിസ്, മെഡിസിൻ, ഓപ്പറേഷൻ വഴി. അപ്പൊ നമുക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. നമ്മളൊരു 1000 രൂപ അടച്ചിട്ടാണ് 10 വർഷത്തിനുള്ളിൽ. അപ്പൊ 1ാം ക്ലാസ്സിൽ ചേർക്കുന്ന കുട്ടിയെ 1000 രൂപ അടച്ച് കിഡ്നി എക്സ്ക്ലൂസീവ് ചെയ്താൽ 10ാം ക്ലാസ് വരെ, ഇനി അത് കഴിയുമ്പോ ഒന്നുകൂടി എടുത്തിട്ടാൽ റിന്യൂ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുക? ഞങ്ങൾ ഈ ഡയാലിസിസ് തന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു മാസം കൊടുത്താൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവർ വിളിക്കുക, നിങ്ങൾക്ക് ഡയാലിസിസ് തുകയുണ്ടെന്ന്. ഒരു മാസം കഴിഞ്ഞിട്ട്, ഹലോ, രമണിയിലെ വീടല്ലേ? അതെ, ഡയാലിസിസിന് നിങ്ങൾക്ക് തുക ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ. വേണ്ട ഫാദർ, എന്റെ ആള് മരിച്ചുപോയി. പലപ്പോഴും ഞങ്ങളെ വിളിക്കുമ്പോ ഒരു പ്രാവശ്യം കൊടുത്ത ആൾക്കാർ 2ാമത്തെ മാസം കഴിയുമ്പോഴേക്കും അവർക്ക് യാത്രയായി. കാരണം ആ തുക ആ സമയത്ത് കിട്ടേണ്ടതായിരുന്നു, കിട്ടിയില്ല. അവർ ഡയാലിസിസ് ചെയ്തില്ല, കാലുമനീര് വന്നു, റിക്കവർ ചെയ്യുന്നില്ല, ഫെയിലിയർ. അപ്പോ ഈ ഒന്ന് കിഡ്നി എക്സ്ക്ലൂസീവ് ഇൻഷുറൻസ് പോളിസി, ക്രോസ് ഡൊണേഷൻ, ഡയാലിസിസിന് ഹെൽപ്പ്, പിന്നെ അവയർനെസ് പ്രോഗ്രാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ സ്കൂളുകളും, കോളേജുകളും, ബാങ്കുകളിലും, സ്ഥാപനങ്ങളിലൊക്കെ ഓരോ പ്രോഗ്രാംസ് വെച്ചിട്ട് എന്താണ് വൃക്കരോഗം, അത് വന്നാൽ എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് എന്താണ് വൃക്കയുടെ ഫംഗ്ഷൻ, എന്താണ്, ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കാനുള്ള അവയർനെസ് പ്രോഗ്രാംസ്. അതുകൊണ്ട് ഇത് വളരെ ഒരു കിഡ്നി മെഡിക്കൽ സെന്റർ പണിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ നോമിനൽ റേറ്റില് ഡയാലിസിസ് ഒരു 250 രൂപ ഉണ്ടായാൽ ഇത് നടത്താം. ഇതായാലും ഹോസ്പിറ്റലുകാർ പറയുന്ന കാശ് കൊടുക്കണം. ചിലയിടത്ത് 450, ചിലയിടത്ത് 500, ചിലയിടത്ത് 700, ചിലയിടത്ത് 1000, ചിലയിടത്ത് 1500 രൂപയ്ക്കാണ് ഒരു ഡയാലിസിന് പറയണത്. പറയുമ്പോ നമ്മളതിന് ബാർഗൈൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നോർമൽ റേറ്റില് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് മരുന്ന് തീ പിടിച്ച വലിയ ആക്ച്വൽ പ്രൈസില് അവർക്ക് മരുന്ന് കൊടുക്കുക. അപ്പോൾ ഡയാലിസിസ് മിനിമം റേറ്റില്, ആക്ച്വൽ റേറ്റില് മെഡിസിൻ കൊടുക്കുക. സർക്കാർ ഭാഗത്തുനിന്ന് ഒരു BPL ഉള്ളവർക്ക് ഡയാലിസിന് സഹായം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വരുന്ന ആർക്കും ഇത് കിട്ടണമായിട്ട് ഞങ്ങൾക്ക് അറിയുന്നില്ല.